കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുറത്തുവന്ന ഊമക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷി കെ അജിത രാഷ്ട്രപതിക്ക് കത്തയച്ചു. ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ വെറുതെ വിടുമെന്ന ഉള്ളടക്കത്തിൽ കേസിലെ വിധി വരുന്നതിന് മുൻപ് പലർക്കും കത്ത് ലഭിച്ചിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി ഈ മാസം 8-ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഊമക്കത്തുകൾ, ഈ കേസിലെ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിടുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഊമക്കത്തുകൾ. അത് പ്രധാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാർക്ക് ഉൾപ്പെടെ ലഭിച്ചിരുന്നു. ആ കത്തിൽ ഹൈക്കോടതിയിലെ അഭിഭാഷക സംഘടനയുടെ നേതാവ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിക്ക് പരാതി നൽകി. അങ്ങനെയാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തെത്തുന്നത്. അന്ന് 2-ാം തീയതിയാണ് ഈ കത്ത് പോസ്റ്റ് ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി. എങ്ങനെയാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിന്റെ ഉള്ളടക്കം ഉൾപ്പെടെ ഇത്രയും നേരത്തെ ഈ കത്തെഴുതിയ ആൾക്ക് ലഭിച്ചത് എന്ന ചോദ്യം കൂടിയാണ് അന്വേഷണയുടെ നേതാവായ അജിത ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ അതിൽ ഒരു വിശദമായ അന്വേഷണം സുപ്രീം കോടതിയുടെ ഇടപെടലോടെ, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം കൂടിയാണ് കെ അജിത ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് രാഷ്ട്രപതിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യം കൂടി ഉയർത്തുന്നുണ്ട്. കാരണം സുപ്രധാനമായ ഒരു കേസ്, രാജ്യം ഉറ്റുനോക്കുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഊമക്കത്തായി എത്തിയതിന്റെ സാങ്കത്യം, അതിന്റെ നിയമപരമായ കാര്യങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന ആവശ്യം നേരത്തെ അഭിഭാഷകനും ഉയർത്തിയതാണ്. ഇപ്പോൾ അത് കൂടുതൽ പേർ ഈ വിഷയത്തിൽ പരാതിയുമായി രാഷ്ട്രപതിയെ ഉൾപ്പെടെ സമീപിക്കുകയാണ്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഊമക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അന്വേഷി.